9ാം ക്ലാസ് കേരള പാഠാവലിയിലെ സുകൃതഹാരങ്ങൾ എന്ന ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ വളരെ ചുരുക്കത്തിലുള്ള ആശയം കേൾക്കാം. ജാതി വ്യവസ്ഥ, അയിത്തം എന്നിവയ്ക്കെല്ലാം ഇതി മനുഷ്യരെല്ലാം തുല്യരാണെന്ന സ്നേഹത്തിന്റെ സന്ദേശം നൽകുന്ന കാവ്യമാണ് കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി. ഇതിലെ ഒരു ഭാഗമാണ് സുകൃതഹാരങ്ങൾ. കൊടുംവെയിലത്ത് നടന്നു തളർന്ന ആനന്ദൻ എന്ന ബുദ്ധസന്യാസി വഴിയരികിൽ കിണറ്റിൻകരയിൽ വെള്ളം കോരുന്ന മാതങ്കി എന്ന ചണ്ഡാല സ്ത്രീയോട് ദാഹം തീർക്കാനായി വെള്ളം ആവശ്യപ്പെടുന്നു. എന്നാൽ താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണെന്നും ഉയർന്ന ജാതിയിൽപ്പെട്ട അങ്ങ് തൻ്റെ കയ്യിൽ നിന്ന് ദാഹജലം വാങ്ങുമോ എന്നും അവൾ സംശയിക്കുന്നു. താൻ ദാഹജലമാണ് ആവശ്യപ്പെട്ടത് സഹോദരി എന്ന് ആനന്ദം പറയുമ്പോൾ മാതങ്കി വെള്ളം കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് അന്നത്തെ കാലത്തെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ, അയിത്തം തുടങ്ങിയ ദുരാചാരങ്ങളോടുള്ള ശക്തമായ പ്രതിഷേധമായി മാറുന്നു. സുഗതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. മാതങ്കി ബുദ്ധസന്യാസിക്ക് പകർന്നു നൽകിയ ദാഹജലത്തെയാണ് സുഹൃതഹാരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജാതി അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിലും ഈ കാവ്യത്തിന് പ്രസക്തിയേറുന്നു.